ചരിത്രപ്രസിദ്ധമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ സമാപിച്ചു. സമാപന യോഗം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ചരിത്രപ്രസിദ്ധമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന്റെ 113-ാം സമ്മേളനത്തിലാണ് സമാപനം ആയിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസങ്ങളായി നടന്ന സമ്മേളനത്തിൽ വിവിധ സന്യാസ ശ്രേഷ്ഠന്മാരുടെയും ഹിന്ദുമത നേതാക്കന്മാരുടെയും സാന്നിധ്യം കൊണ്ട് പവിത്രമായിരുന്നു കൺവെൻഷൻ. പരിഷത്തിന്റെ ഭാഗമായി നടന്ന ഏകമത സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ RSS സർസംഘ ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് എത്തിയത് 113-ാം ഹിന്ദു മഹാസമ്മേളനം ശ്രദ്ധ പിടിച്ചുപറ്റി. കൺവെൻഷന്റെ സമാപനത്തിന്റെ ഭാഗമായി നടന്ന സമാപന സമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ ലക്ഷ്യം, അദ്ദേഹത്തിന്റെ ആശയം ഈ സമൂഹത്തിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. അദ്ദേഹം ഒരു സാമൂഹിക പ്രശ്നത്താറായിരുന്നു. ആത്മീയ ആചാര്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന ജാതി വ്യവസ്ഥക്കെതിരായി, വർണ്ണാശ്രമത്തിനെതിരായി, സ്ത്രീ സമത്വത്തിന് വേണ്ടി, എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം ശബ്ദം കൊടുക്കുകയുണ്ടായി. ഒരുപക്ഷെ ഈ സമൂഹത്തിൽ അന്ന് നിലനിന്ന സാഹചര്യത്തെ അതിജീവിക്കാൻ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം വേർതിരുന്നു. സ്ത്രീ എന്നും അടുക്കളയിൽ കഴിഞ്ഞാൽ മതി എന്ന ചിന്ത, സ്ത്രീയുടെ അഭിപ്രായത്തിന് യാതൊരു വിലയുമില്ലാത്ത അവസ്ഥ. അവിടെയാണ് ചട്ടമ്പി സ്വാമികൾ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി വാദിച്ചത്. ഇന്നിപ്പോ അത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സ്വാർത്ഥകമായിരിക്കുകയാണ്. ഹിന്ദു മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം, മാർഗദർശക മണ്ഡലം സംസ്ഥാന കാര്യദർശി സ്വാതി സത് സ്വരൂപാനന്ദ സരസ്വതി, ഹിന്ദുമത മഹാമണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K ജയവർമ്മ, ഹിന്ദുമത മഹാമണ്ഡലം ട്രഷറർ TK സോമനാഥൻ നായർ, ആനന്ദരാജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മഹാകുംഭമേളയെ അനുസ്മരിച്ച് നടത്തിയ പമ്പാനദി സ്നാനവും സമാപന ദിവസത്തിലെ പ്രത്യേകതയായി മാറി. 100 കണക്കിന് പേരാണ് പമ്പ പൂജ ചടങ്ങിൽ ഭാഗം ആയത്.